الصمد الغفار وأشهد أن لا إله إلا الله الواحد القهار وأشهد أن محمدا عبده ورسوله النبي المختار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ 2 ഖുതുബകളിലും നാം ചർച്ച ചെയ്തു വന്ന വിഷയം ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഭയം എന്നുള്ളത് മനുഷ്യന്റെ ഒരു അടിസ്ഥാന വികാരമാണ്. അതുകൊണ്ട് തന്നെ പല കച്ചവടക്കാരും ആ ഭയത്തിനെ ഉപയോഗപ്പെടുത്താറുണ്ട്. ഒരു ടൂത്ത് പേസ്റ്റിന്റെ അടുത്ത കാലങ്ങളിൽ വന്നൊരു പരസ്യം, നിങ്ങളുടെ പല്ലുകൾ അപകടത്തിലാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ഈ ടൂത്ത് പേസ്റ്റ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ, നിങ്ങളുടെ കുടുംബം പരാജയത്തിലാണ്. ഇങ്ങനെ ആദ്യം ഒരു നെഗറ്റീവിന്റെ, ഒരു ഭയപ്പാടിന്റെ ചെറിയൊരു വികാരത്തിനെ ഇളക്കി കൊടുക്കുക എന്നുള്ളത് കച്ചവട മേഖലകളിൽ അതൊരു ഭയം ജനിപ്പിക്കുക എന്നുള്ളതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. നമ്മളുടെ ഉപബോധ മനസ്സിൽ അതിന് സ്വാധീനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. സത്യത്തിൽ ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രത്തിൽ നിന്ന് മാറി രാഷ്ട്രീയക്കാർ പോലും അതുപോലെ തന്നെ സാമ്രാജ്യത്വ ശക്തികളും ഇതേ തന്ത്രം തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫാഷിസ്റ്റ് ഭരണാധികാരികൾ ഇന്ത്യയിൽ പിടിമുറുക്കാൻ ആദ്യമായി അവർ ഉപയോഗിച്ച തന്ത്രം പോലും രാജ്യം അപകടത്തിലാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ നിലവിലെ ഫാഷിസത്തിന്റെ വർഗീയത ഭരണങ്ങൾ വേണമെന്നുള്ളൊരു രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് പോലും പറഞ്ഞത് മുസ്ലിം കുടിയേറ്റക്കാരുടെ പ്രശ്നം, അതുകൊണ്ട് രാജ്യം കൈവിട്ടു പോകും, അതുകൊണ്ട് മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഇനി ഇവിടേക്കുള്ള പൗരത്വം അനുവദിക്കാതിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഭരണത്തിലേക്ക് കടന്നു വന്നത്. ഫ്രാൻസിൽ പോലും ഈ അടുത്ത കാലത്തുണ്ടായ ഒരു കാർട്ടൂണിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തപ്പെടുന്നു. എല്ലാവരും ഈ മുസ്ലിങ്ങൾ ഒരു ഭയമാണ്, അല്ലെങ്കിൽ മൊത്തത്തിലൊരു ഭയപ്പാടുകൾ ജനങ്ങളുടെ മനസ്സിൽ ഇട്ടുകൊടുത്തിട്ടാണ്
സാമ്രാജ്യത്വ ശക്തികളാണെങ്കിലും രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലൊക്കെ ശ്രമിക്കുന്നത്. നമ്മൾ ആലോചിച്ചൊക്കെ എന്തുകൊണ്ടാണ് ഇസ്ലാമിന് ഇത്രമേൽ ആളുകൾ ഭയക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ ഒരു ഭയം ജനങ്ങളുടെ മനസ്സുകളിലൂടെ കൊണ്ടുവരാനുള്ള കാരണം? ആ കാരണങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഖുതുബയിലെ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞു, ഇസ്ലാമിൽ നിന്ന് അവരൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന് അവർ മോഹിക്കുമെന്നുള്ളത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അതിൽ അവർ അസൂയപ്പെടുന്നത് നിങ്ങളുടെ തൗഹീദിനെയാണ്, അവർ അസൂയപ്പെടുന്നത് നിങ്ങളുടെ ഇസ്ലാമിനെയാണ്. അതുകൊണ്ട് തന്നെ പല രൂപത്തിലൂടെയുള്ള ആക്രമണങ്ങൾ അതിലൂടെ കടന്നു വരുമെന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ആലോചിക്കേണ്ടത് മീഡിയകൾ പോലും അതിനെ ആ രൂപത്തിലൂടെ കൊണ്ടുവരുന്നു എന്ന ഒരു യാഥാർത്ഥ്യത്തെയാണ്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ വെച്ചുകൊണ്ടൊരു കുട്ടിയെ ഒരു നായ് വളരെ മൃഗീയമായ അവസ്ഥയിൽ തന്നെ കടിച്ചു കീറുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന്റെ ശേഷം പേപ്പട്ടികളെ തല്ലിക്കൊല്ലാനുള്ള ഓർഡർ വരുമ്പോ പേയുള്ള നായാവണമെന്നില്ല, ചങ്ങരംകുളത്തൊരു നായനെ കണ്ട പോലെ നമ്മുടെ മനസ്സിലൊരു ദേഷ്യം ഇങ്ങനെ ജനിക്കുന്ന പോലെ അത് അത്രമേൽ വാർത്ത പ്രാധാന്യം ഇടം നേടിയിരുന്നു. എന്ന പോലെ മീഡിയ സ്വാധീനങ്ങൾ ആളുകളുടെ മേലെ കൊണ്ടുവന്നപ്പോ ഞാനിതൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു വികാരമുണ്ട്, ഞാൻ അള്ളാഹുവിന്റെ പാർശ്വത്തിലാണ്, അതിനു വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് ലാ യഅ്സു മിൻ റൗഹില്ലാഹി ഇല്ലൽ കാഫിറൂൻ, കാഫിരീങ്ങളല്ലാതെ അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തിൽ നിരാശരാവില്ല എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, മീഡിയകൾ വരെ നമുക്ക് ചരിത്രങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത് വേൾഡ് ട്രേഡ് സെന്റർ തകർക്കുന്ന സന്ദർഭങ്ങളിൽ അവിടെ ആ ഒരു ഭീകരാക്രമണത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ CNN എന്ന് പറയുന്ന ഏറ്റവും മുന്തിയ മീഡിയ സംവിധാനങ്ങൾ അതിന്റെ കൂടെ ആഡ് ചെയ്തത് ഫലസ്തീനിന്റെ മക്കൾ ചാടിക്കളിക്കുന്നത്. സ്വാഭാവികമായും ആളുകൾ മനസ്സിലാക്കുന്ന പിക്ചർ എന്താണ്? വേൾഡ് ട്രേഡ് സെന്റർ തകർന്നതിൽ ഫലസ്തീനിന്റെ യുവത, അവിടുത്തെ കുട്ടികൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ 1990കളിലെ സദ്ദാം ഹുസൈന്റെ അറബ് യുദ്ധവുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായിരുന്ന സദ്ദാം അനുകൂലികളുടെ ഒരു ആഹ്ലാദ പ്രകടനത്തിന്റെ ഒരു പിക്ചറാണ്, വീഡിയോ ആണ് അതിന്റെ കൂടെ ആഡ് ചെയ്തത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ മീഡിയ രംഗത്തിലൂടെ പ്രവർത്തിക്കാൻ അമേരിക്കയിൽ 500-ലധികം വരുന്ന സംഘങ്ങളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ അനന്തരഫലമായിട്ടാണ് നോക്ക്, ഒരു മുസ്ലിം ഐഡിയോളജിയിൽ ജീവിക്കാത്തൊരു മനുഷ്യനായിരുന്ന ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാമിനെ വരെ അമേരിക്കൻ എയർപോർട്ടിലൂടെ പിടിച്ചു നിർത്തപ്പെടുന്ന, ദേഹപരിശോധനക്ക് വിധേയമാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഈ ഒരു സംഘടനകളുടെ മീഡിയകളുടെ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. അതുപോലെ തന്നെ ഇതിനെ കൊണ്ടുവരുന്ന രീതികളെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ന്യൂസിലാൻഡിന്റെ ഭീകരാക്രമണം, എവിടെയാണ് ആക്രമണം നടന്നത്? മുസ്ലിം പള്ളികളിലാണ്. പക്ഷെ നമ്മളുടെ നാട്ടിലെ കേരളത്തിൽ വരെ ഇന്ത്യയിൽ ഉൾപ്പെടെ മാധ്യമങ്ങൾ അതിനെ റിപ്പോർട്ട് ചെയ്തത്, ആദ്യത്തെ ന്യൂസ് വരുന്നത് തന്നെ ന്യൂസിലാൻഡിൽ ക്രൈസ്റ്റ് ചർച്ചിൽ 2 ഭീകരാക്രമണം എന്നാണ്. ആളുകളുടെ വിചാരം ക്രൈസ്റ്റ് ചർച്ച് എന്ന് കേട്ടപാടത് ക്രിസ്ത്യൻ പള്ളിയാണ്, മുസ്ലിം ഭീകരാക്രമണം എന്നാണ് ന്യൂസ് വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത് സ്ഥലപ്പേരാണ്. ആ സ്ഥലത്തിലെ മുസ്ലിം പള്ളിയിലാണ് ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പൊ ഈ രൂപത്തിലൂടെയുള്ള, നിങ്ങൾ നോക്കി, ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ പൗരത്വ ബില്ലിന്റെ പിന്നിൽ പോലും ഇസ്ലാമോഫോബിയ എന്ന ഒളി അജണ്ടകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി അതിന്റെയും തൊട്ടപ്പുറത്ത് നമ്മൾ ആലോചിക്കേണ്ട, ഈ അടുത്ത കാലത്ത് കേരളത്തിന്റെ ആലുവയിൽ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടി ഒരാൾ മരിക്കുകയും കുറെ ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. ആ മനുഷ്യൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. പക്ഷെ ആദ്യമേ തേടിപ്പോയത് താടിയുള്ള ആളുകളെയാണ്. മുസ്ലിം ഭീകരാക്രമണം എന്ന് പറഞ്ഞു, വായിലൊതുങ്ങാത്ത അറബി പേരുകൾ കൊടുത്തു കേരളത്തിന്റെ മീഡിയകൾ. എന്നെ ആളുകളുടെ മനസ്സിൽ ഇതിന്റെ ഒരു പ്രകടനപരത കൊണ്ടുവരുമ്പോൾ അതിന്റെ കാരണങ്ങൾ എന്താണ്, അതിന്റെ റീസൺസ് എന്താണ് നമ്മൾ പഠിക്കണം. പ്രിയമുള്ളവരെ, ഇസ്ലാം എന്ന് പറയുന്നത് രഹസ്യ അജണ്ടകൾക്കെതിരാണ്. അതുപോലെ തന്നെ ചൂഷണ കൊള്ളാത്മകമായ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാം എതിരാണ്. അതുകൊണ്ട് തന്നെ ഓരോ മേഖലകളെയും ഇസ്ലാം എന്ന് പറയുന്നത് ഇവിടത്തെ മുതലാളിത്ത, കമ്മ്യൂണിസ, സാമ്രാജ്യത്വ, ഫാഷിസ ശക്തികൾക്ക് ഇസ്ലാം എന്നുള്ളത് എതിരായി വരുമ്പോ അവർ സ്വാഭാവികമായും ആ ഇസ്ലാമിലേക്ക് ജനങ്ങൾ അടുക്കാതിരിക്കാൻ അതിനൊരു ഭീതിയുടെ മുൾമുനയിലൂടെ നിർത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ സാമ്പത്തിക നയങ്ങളാണ്. ഇസ്ലാമിന്റെ സാമ്പത്തിക നയങ്ങളാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര ബില്യൺ ഡോളറുകൾ അയാൾ സമ്പാദിച്ചാൽ പോലും അയാളുടെ മനസ്സിൽ വരേണ്ടുന്നൊരു ചിന്തയുണ്ട്, ഞാനൊരു ഫക്കീറാണ്, ഈ സമ്പത്തിന് ഞാൻ ഉടമസ്ഥനല്ല,
കാരണം ഇതിന്റെ യജമാനാരാണ്? അള്ളാഹുവാണ്. സാമ്പത്തിക നയത്തിൽ ഒന്നാമതായി അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യമുള്ള ദരിദ്രന്മാരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളയാണ് ഐശ്വര്യവാൻ. നമ്മൾ ആരും ഒരു സമ്പത്തിന്റെ ഉടമസ്ഥനല്ല. ഇതൊന്നാമത്തെ ഒരു നയം വരാൻ. രണ്ടാമത് ഖുർആനിലെ 67 അധ്യായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, അധ്വാനത്തിലൂടെയല്ലാതെ സമ്പത്തിനെ നേടാൻ കഴിയില്ല. ഈ രണ്ട് നയം മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നോക്ക്, ജനറൽ കൺസെപ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ 4 മേഖലകളെ പഠിപ്പിക്കുന്നിടത്ത് ആ 4 മേഖല നിങ്ങൾ നോക്ക്. അതിന്റെ ഉൽപാദനമാണെങ്കിലും സമ്പത്ത്, അതിന്റെ ഉൽപാദനമാണെങ്കിലും അതിന്റെ സമ്പാദനമാണെങ്കിലും, അതുപോലെ തന്നെ വെൽത്ത് പ്രൊട്ടക്ഷൻ ആണെങ്കിലും, അതുപോലെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും, ഈ 4 മേഖലയിലും ഇസ്ലാമിന് കൃത്യമായൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് സ്വാഭാവികമായും ഈ സാമ്രാജ്യത്വ ശക്തികളുടെ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമിന്റെ നയങ്ങൾ എതിരായി വരികയാണ്. അതായത് പലിശ വ്യവസ്ഥിതിയിലൂടെ കെട്ടിയുണ്ടാക്കിയ മുതലാളിത്ത രാജ്യങ്ങൾക്ക് ഇസ്ലാമിന്റെ സാമ്പത്തികമായ വ്യവസ്ഥ എതിരാണ് എന്നുള്ളത് കൊണ്ട് അവർ സ്വാഭാവികമായും പടർന്നു പന്തലിക്കുന്ന ഈ ആദർശത്തിന് നേരൊരു മുൾമുനയിട്ടു. ഇതൊരു ഭീകര മതമാണ്, ഇതൊരു ഭയപ്പാടിന്റെ മതമാണ്. നിങ്ങൾ നോക്ക്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പലിശയാണ്. ആ പലിശയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അള്ളാഹു നിങ്ങൾക്ക് കച്ചവടം ഹലാലാക്കിയിട്ടുണ്ട്, പക്ഷേ പലിശ നിങ്ങൾക്ക് അള്ളാഹു തആല ഹറാമാക്കി എന്നുള്ളതാണ്. പണത്തിന് പകരം വസ്തുവിനോടുള്ള ഇടപാട് പണത്തിന്റെ ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അനുവദനീയമായ മാർഗമാണ്. എന്നാൽ പണത്തിന് പകരം പണമാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ആ പണത്തിന്റെ വർധനവ് പലിശയാണ്. ഈ പലിശയിലൂടെയാണ് ലോകത്തിൽ ഇന്ന് പല സാമ്രാജ്യ ശക്തികളും നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതിന്റെ കാരണങ്ങളെ പഠിക്കുമ്പോൾ നിങ്ങൾ നോക്ക്, 1990-കളിൽ ലോകത്ത് ഒരു ഓപ്പൺ മാർക്കറ്റ് വ്യവസ്ഥ നിലവിൽ വന്നതോടുകൂടെ, അഥവാ ലോകം തന്നെ ഒരു കമ്പോളമായി മാറിയപ്പോ അവിടെ സ്വാഭാവികമായും ലോകരാജ്യങ്ങളെ നയിച്ചത് സമ്പത്താണ്. അതിന് ഉപയോഗിക്കുന്നത് പ്രധാനമായും പലിശയാണ്. അതുകൊണ്ട് തന്നെ ഈ പലിശക്ക് ഇസ്ലാം ശക്തമായി എതിരെ വരുന്നു എന്ന് കണ്ടപ്പോ അവർ ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യുകയാണ്. സാമ്പത്തിക ചൂഷണത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇസ്ലാം മുന്നോട്ട് വെച്ച 2 കടമ്പകളാണ്. ഒന്ന് പലിശ അല്ലാഹു തആല ഹറാമാക്കിയിട്ടുണ്ട്, മറ്റൊന്ന് സക്കാത്തിനെ അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് സ്വാഭാവികമായും ഈ ആളുകൾക്കെതിരാണ്. അവർ ഇസ്ലാമിന് നേരെ അഴിച്ചുവിട്ടു. രണ്ടാമത് ചൂതാട്ടമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദയിലെ 90-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യപാനമാവട്ടെ ചൂതാട്ടമാവട്ടെ അത് ശൈത്താനിന്റെ മാലിന്യമാ, അതിനെ നിങ്ങൾ ഒഴിവാക്കണേ എന്ന് ഖുർആൻ. എന്താ ചൂതാട്ടം എന്ന് പറഞ്ഞാൽ മൈസർ, അതിന്റെ അടുത്ത വാക്കെന്താ യുസർ. ഒലമാക്കൾ പറയാണ് യുസർ എന്നാണ് മൈസർ ഉണ്ടായത്. യുസർ എന്ന് പറഞ്ഞാൽ എളുപ്പം എന്നാണ്, എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കുക, എളുപ്പത്തില് പണം സ്വരൂപിക്കാൻ ചൂതാട്ട മാർഗങ്ങളെ സ്വീകരിക്കുക. അതിന് ഇസ്ലാം എതിരാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലോകത്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ സ്ത്രീ എന്നുള്ളത് കച്ചവട കമ്പോളത്തിൽ ഒരു മാതൃകയാക്കി മാറ്റിയപ്പോ അത് പരസ്യപ്പലകയിലെ വർണ്ണമല്ല, അവൾ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. യുദിനീന അലൈഹിന്ന ജലാബീബിഹിന്ന, അവരുടെ മൂടുപടങ്ങൾ അവർക്ക് നിങ്ങൾ താഴ്ത്തിയിട്ട് കൊള്ളണേ എന്ന് പറയുമ്പോ അവരുടെ കോസ്മെറ്റിക്സിലെ, അവരുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളില്, അവരുടെ പെർഫ്യൂമുകളില് അവർക്ക് ഉപയോഗപ്പെടുത്താനുള്ള പരിമിതികളെ ഇസ്ലാം നിർണയിച്ചു വന്നപ്പോ അത് ഏറ്റവും വലിയ ശത്രുവായി മാറിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പ്രിയമുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കും. നോക്ക്, ഗ്ലോബൽ ബ്യൂട്ടി ഇൻഡസ്ട്രിയുടെ കണക്ക് പ്രകാരം കൊറോണ വൈറസിന്റെ കാലഘട്ടങ്ങളിൽ $532 ബില്യൺ കച്ചവടമാണ് ഉണ്ടായിരുന്നത്. എങ്ങനെ എല്ലാ ബിസിനസ്സുകളും താഴെ പോയ കൊറോണ വൈറസുകളുടെ കാലഘട്ടങ്ങളിൽ $532 ബില്യൺ കച്ചവടം. അതിലെ 20%
അതിന്റെ താഴെ ബ്രസീലിലും ജർമ്മനിയിലും കച്ചവടം നടക്കുന്നു. ആഗോളതലത്തിൽ ബ്യൂട്ടി കോൺസ്യൂമുകൾക്കുള്ള വിലകളും അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കച്ചവടങ്ങളും $532 ബില്യൺ നിന്ന് 2025 കടന്നു വരുന്നപ്പോ ഡിസംബറിന്റെ അവസാനം കുറിക്കുമ്പോ $800 ബില്യൺ കച്ചവടത്തിന് കടന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റെല്ലാ വ്യവസായങ്ങളും തളരുമ്പോഴും പ്രിയമുള്ളവരെ സൗന്ദര്യ വസ്തുക്കളുടെ കച്ചവടങ്ങളെ കടന്നു വരുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ പോലും ഇന്ത്യ എന്ന് പറയുന്നത് നോക്ക് പട്ടിണി വർദ്ധിച്ചു വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ കണക്ക് പ്രകാരം. ആ ഇന്ത്യയിലെ റിസർച്ച് ഏജൻസിയുടെ MRSSന്റെ പഠനപ്രകാരം 6.5 ബില്യൺ നിലവിലുള്ള കച്ചവടങ്ങളെങ്കിൽ 2035 ആകുമ്പോഴേക്ക് $35 ബില്യൺ കച്ചവടങ്ങളാണ് കടന്നു വരുന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ മേഖലയിൽ അള്ളാഹുവിന്റെ ദീനിന് പറയാനുള്ളത് എന്താണ്? എന്തവിടെ പറയാനുള്ളത്? നോക്കി, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ ആഭരണങ്ങൾക്ക് പോലും നിയന്ത്രണങ്ങളുണ്ട്. അവരോട് നോക്ക്, മറ്റുള്ള ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ആരെങ്കിലും സുഗന്ധം ഉപയോഗിക്കുന്നുവെങ്കിൽ അവൾ വേശ്യയാണത് ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർ എന്റെ സുഗന്ധം ആസ്വദിക്കണം എന്ന ആഗ്രഹത്തിലാണ് പെർഫ്യൂം ഉപയോഗിക്കുന്നതെങ്കിൽ അത് വേശ്യയുടെ സ്വഭാവമാണ്, പാടില്ല എന്ന് പറഞ്ഞു. അണിഞ്ഞൊരുങ്ങാന് ഭർത്താവിന്റെ മുമ്പിലാന്ന് പറഞ്ഞു. ഇസ്ലാം ആഭരണങ്ങളെ നോക്ക് പെണ്ണിനെ അനുവദിച്ചിട്ടുണ്ടെങ്കിലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അണിഞ്ഞൊരുങ്ങേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ് എന്ന് ഇസ്ലാം പ്രത്യേകമായി അടിവരയിട്ട് പറഞ്ഞു. നോക്ക്, നിങ്ങള് ഒരു ടേബിളിൽ നമുക്കൊരു മുന്തിരി ഉണ്ടെങ്കിൽ അതിന്റെ മേലെ ഈച്ച കടന്നു വരാതിരിക്കാൻ ആ മുന്തിരിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മളാണ്, അല്ലേ? സ്ത്രീ എന്ന് പറയുന്ന ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടണമെന്ന് ഇസ്ലാം പറഞ്ഞു. അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളാണെങ്കിൽ എന്താ പറഞ്ഞേ? ആണുങ്ങളെ നിയന്ത്രിക്കണ്ടെന്ന് പറഞ്ഞേ. ഞാനീ പറഞ്ഞ ഉദാഹരണം അതിനാണ്. മുന്തിരിയുടെ മേലെ ഈച്ച വന്നിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഈച്ചേനെയും കൊണ്ടിട്ട് തടവിലിടണ്ടെന്ന് ആരും പറയില്ല. അവനവന്റെ മുന്തിരി അവൻ പ്രൊട്ടക്ട് ചെയ്യും. പ്രിയമുള്ളവരെ, മനുഷ്യന് പടച്ചവന്റെ വികാരങ്ങൾ അറിയുന്ന, പുരുഷന്റെ സ്ത്രീയുടെ മനസ്സുകൾ അറിയുന്ന അല്ലാഹ് അവരുടെ സൗന്ദര്യത്തിനെ പ്രദർശിപ്പിക്കാൻ പറഞ്ഞില്ല. എന്നാൽ അതിന് കച്ചവടം ചെയ്യുന്നിടത്ത് ഈ വരുമാന മേഖലകളിൽ ഇസ്ലാമാണ് തടസ്സമെന്ന് കണ്ടപ്പോ ഇസ്ലാമോഫോബിയ വളർന്നു വന്നു. ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയാം, അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെയൊക്കെ ഭാര്യമാരുടെ, സഹോദരിമാരുടെ ബാഗിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ബാഗ് ഇടം പിടിക്കുന്നുണ്ടെങ്കിൽ, പുറത്തേക്ക് ഇറങ്ങുമ്പോ, ആളുകൾക്കിടയ്ക്ക് ഇറങ്ങുമ്പോ നമുക്ക് ഇന്നത്തെ ഒരു പുതിയൊരു ട്രെൻഡ് പ്രകാരം വാഹനത്തിൽ വീട്ടിൽ നിന്ന് അണിഞ്ഞൊരുങ്ങി വാഹനത്തെ കയറി സൽക്കാരത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ടച്ചപ്പ് എന്ന പേരിട്ട് വീണ്ടും ഒന്ന് മിനുക്കിയിട്ട് സർക്കാരിന്റെ കലാലയങ്ങളിൽ വരെ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ വരെ കുറച്ചൊക്കെ അഡീഷണൽ കണ്ണാടി പതിപ്പിച്ചു കൊടുത്തിരിക്കാൻ ഇന്റർവെല്ലുകൾക്ക് അണിഞ്ഞൊരുങ്ങാൻ. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു ട്രെൻഡിലേക്ക് മക്കളും സമൂഹം മാറുമ്പോ മിനിമം ഈ പള്ളിയിൽ വരുന്ന സലഫികളായ ആളുകളുടെ മനസ്സിലെങ്കിലും അതിനെപ്പറ്റിയൊരു ബോധ്യം ഉണ്ടാവണം. അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തെ അഴിഞ്ഞാട്ടങ്ങൾക്ക്, ധൂർത്തുകൾക്ക് ഇസ്ലാം എതിരെന്ന് കണ്ടപ്പോ അവർ പറഞ്ഞു ഇസ്ലാമോഫോബിയ. നോക്കേ, പാവപ്പെട്ടവന്റെ അനാഥന്റെ സ്വത്തുക്കളെ ഭുജിക്കല്ലേ എന്ന് പറയുമ്പോ അവിടെ പറഞ്ഞു ഇസ്ലാമോഫോബിയ. സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവന്റെ അവകാശമാണ്. ജീവിതമാർഗം തടയപ്പെട്ടവന്റെ അവകാശമാണ്. സമ്പന്നരെ, നിങ്ങൾ കൊടുക്കണ ഔദാര്യമല്ല. ആ 2.5% മുതൽ 20% വരെ വ്യത്യസ്ത മേഖലകളിലൂടെ പഠിപ്പിച്ചിട്ടുള്ള സക്കാത്ത് അത് കൊടുത്തേ പറ്റൂ എന്ന് നിർബന്ധം പറഞ്ഞപ്പോ അവർ പറഞ്ഞു ഈ മതം നമുക്ക് ഡൈജസ്റ്റ് അല്ല. അതിനെ പേടിപ്പിക്കാൻ തയ്യാറായി. അതിന്റെ ദാനധർമ്മങ്ങളുടെ മേഖലകൾ, അതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് മദ്യത്തിന്റെ, ലഹരിയുടെ, ആയുധത്തിന്റെ കമ്പോളങ്ങൾക്ക് ഇസ്ലാം തടസ്സമായപ്പോ, പ്രിയമുള്ളവരെ, ഖുർആൻ തന്നെ ശൈത്താനിന്റെ പാതടികളാണ്. ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ, ഒഴിവാക്കണേ എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ എന്നാണ്. നോക്കേ, ഇന്ന് ലോകത്തിനെ നിയന്ത്രിക്കുന്ന പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളിൽ എണ്ണിയിട്ടുള്ളത് ആൽക്കഹോളും നാർക്കോട്ടിക്കുമാണ്. എന്നിട്ട് അതേ സാധനമാണ് ഇസ്ലാമിന്റെ മേലിട്ട് പറയുക ഇസ്ലാമിക് എന്താണ് നാർക്കോട്ടിക് ജിഹാദ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞില്ലേ ജിഹാദ്, ഇസ്ലാം പറയാൻ
മദ്യപിക്കാനും പാടില്ല, മദ്യം ഉണ്ടാക്കാനും പാടില്ല, അതിന്റെ പാത്രം പോലും പാടില്ല, മദ്യപിക്കുന്നവന്റെ കൂടെ ഇരിക്കാൻ പാടില്ല, അത് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, അതിന്റെ ഇടനിലക്കാരനാവാൻ പാടില്ല, ഒരു മേഖലയിലും പാടില്ല. മദ്യമായി ബന്ധപ്പെട്ട ഒന്നും പാടില്ല. പിന്നെ എങ്ങനെയാ ഇസ്ലാം അങ്ങനെ ഒരു ജിഹാദ് ഉണ്ടാക്കുക? നാർക്കോട്ടിക് ജിഹാദ്. അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഈ ഒരു മദ്യം എന്നുള്ളത്, അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് NIDA എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ അന്വേഷണ പ്രകാരം നോക്കേ, ഒരു ദശാബ്ദത്തിൽ 17% മദ്യത്തിന് വർധനവുണ്ടാവുന്നതാണ്. അതായത് 2017 $1439 ബില്യൺ ബീവറേജിന്റെ മാർക്കറ്റ് മൂല്യമുണ്ടായിരുന്നെങ്കിൽ 2025 1684, അതായത് പ്രതിവർഷം 2% വെച്ച് വർധനവുകൾ വന്നുകൊണ്ടിരിക്കാൻ, 2% വെച്ച് വർധനവുകൾ വന്നുകൊണ്ടിരിക്കാൻ. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് 2007 to 2009 ലോകത്തൊരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിട്ടുണ്ട്. ആഗോളതലത്തിൽ ഒരു സാമ്പത്തിക മാന്ദ്യം. അന്ന് പോലും പറഞ്ഞെന്നറിയോ, പല സാമ്രാജ്യത്വ ശക്തികളുടെ ബാങ്ക് മൂല്യങ്ങൾ പിടിച്ചു നിർത്തിയത് നോക്കെ, $352 ബില്യൺ ബിസിനസ്സിനെ പിടിച്ചു നിർത്തിയത് ഇല്ലീഗലായി നടന്ന മദ്യ ബിസിനസ് ആയിരുന്നു എന്നുള്ളത്. ഓക്കെ, ഇതിന്റെ കണക്ക് പുറത്തുവിടുന്നവർ പോലും പറയുന്ന ഭയാനകത എന്താണെന്നറിയോ, മുഴുവനും ലീഗൽ അല്ലാത്തത് കൊണ്ട് കൃത്യമായ കണക്ക് കിട്ടാൻ സാധ്യല്ല എന്നുള്ളത്. നിങ്ങളാലോചിച്ചൊക്കെ അള്ളാന്റെ ദീന് മദ്യപാനമായി ബന്ധപ്പെട്ട് ഒരു മേഖലയിലും ഇവിടത്തെ ഇന്നത്തെ പുതിയ തലമുറയുടെ ആളുകൾക്ക് പോലും ഇസ്ലാം എന്നുള്ളത് എതിരായി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്. യു ഓൺലി ലിവ് വൺസ്. ജീവിതം ഒന്നേയുള്ളൂ, മാക്സിമം അടിച്ചു പൊളിക്കാനുള്ളതാണ്. അതുകൊണ്ട് ലഹരികളും എല്ലാം അവർക്ക് അനുകൂലമാകുമ്പോ, സിന്തറ്റിക് ലഹരികളാവട്ടെ, രാസലഹരികളാവട്ടെ, അത് വേണ്ട എന്ന് നോക്കി. പലപ്പോഴും നമ്മൾ ഹംർ എന്ന് പറയുന്ന വാക്കിന് കള്ളി എന്നർത്ഥം പഠിച്ചവരായിരിക്കാം നമ്മളുടെ പള്ളികളിലൊക്കെ വന്നിരിക്കുന്നവർ. ട്രാൻസ്ലേഷൻ അങ്ങനെ അർത്ഥം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹംർ എന്ന് പറയുന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥറിയോ നിങ്ങൾക്ക്? മഹാമറൽ അഖിൽ, നിങ്ങളുടെ ബുദ്ധിയെ മൂടി വെക്കുന്നത് എന്തുണ്ടോ അതിനാണ് ഹംർ എന്ന് പറയാ. അത് സിന്തറ്റിക് ലഹരിയാണെങ്കിലും രാസലഹരിയാണെങ്കിലും കുല്ലു മുസ്കിരിൻ ഹറാം, കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം. എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹംറാണ്, എല്ലാ ഹംറും നിങ്ങൾക്ക് ഹറാമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാരണങ്ങളെ കൊണ്ടാണ് ഇസ്ലാം എന്നുള്ളത് ഒരു ഭീകര മതമായി പഠിപ്പിക്കപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഇസ്ലാമിന്റെ റിയാലിറ്റിയിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി വരാം. എന്താണ് ഇസ്ലാം ജനങ്ങളോട് പറയുന്നത്? പ്രിയമുള്ളവരെ, ഇസ്ലാം എന്ന് പറയുന്ന മതം അപകടമാണോ? എവിടെയാ നമ്മൾ അതിന് പഠിക്കേണ്ടത്? അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂം എന്ന് പറയുന്ന ചരിത്രകാരൻ അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന മധ്യകാലഘട്ടത്തിന്റെ 6-ാം നൂറ്റാണ്ടിന്റെ പശ്ചാത്തലങ്ങളെ, ആ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ മടങ്ങേണ്ടത്. മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ തന്നെ മക്കളെ കുഴിച്ചു മൂടുന്നതിനും അതിനൊന്നും മടിയില്ലാത്ത യുദ്ധക്കൊതിയന്മാരായി രാജകത്തിൽ അരാജകത്വം സൃഷ്ടിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകള് ഒരു ഊശ്വര മരുഭൂമിയിലെ ഊശ്വര ഹൃദയം പേറിയ ഒരു ജനതയെ പരിവർത്തനത്തിലൂടെ കൊണ്ടുവന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകൻ. അവിടെ ഇസ്ലാം അപകടമാണോ എന്ന് ഒറ്റ വാക്കിൽ പഠിക്കാൻ കഴിയാവുന്ന ഒരു മേഖല. അതെന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ട് അവരിലുള്ള നന്മകളെ പ്രവാചകൻ അവരിൽ തിന്മയാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പറയാം പ്രവാചകൻ കൊണ്ടുവന്നത് അപകടമാണ്. നേരെ മറിച്ച് അവരിലെ തിന്മകളെ മായിച്ച് അവരെ ലോകത്തിലെ ഏറ്റവും നല്ലവരായി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ പറയാം പ്രവാചകൻ കൊണ്ടുവന്ന മതമാണ് ഏറ്റവും മഹത്തരമായ മതമെന്നുള്ളത്. അവരെ പരിവർത്തിപ്പിച്ചു എന്നുള്ളത് മുസ്ലിങ്ങൾ മാത്രമല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആവട്ടെ, ഗിബ്ബൺ ആവട്ടെ, മൈക്കൽ എച്ച് ഹാർട്ട് ആവട്ടെ, ഒരുപാട് ഇസ്ലാമല്ലാത്ത ആളുകൾ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആനിനെ നെഞ്ചിലേറ്റുന്നവർക്ക് എന്തിനായിനെ സംശയിക്കാനുള്ളത്? നോക്ക് പ്രിയമുള്ളവരെ, ഇനി നോക്ക് നിങ്ങൾ, ആ പ്രവാചകൻ വരുന്ന കാലഘട്ടങ്ങളിൽ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, വൈദൽ മൗഊദതു സുയിലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ അവരെ ചോദിക്കപ്പെടുകയാണ്, എന്ത് തെറ്റിന് വേണ്ടിയിട്ടാ നിങ്ങൾ കുഴിച്ചു മൂടപ്പെടാനുള്ള കാരണമെന്ന്.
അവരോട് ചോദിക്കപ്പെടുമെന്ന് ആയത്തിറങ്ങുമ്പോ അള്ളാന്റെ ഹബീബിന് മുമ്പിൽ തൗബയായി വന്നത് 8ഓളം വരുന്ന പെൺകുട്ടികളെ കുഴിച്ചു മൂടിയ മനുഷ്യനാണ്. 8 പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയതായ മനുഷ്യനാണ്. പരിവർത്തിപ്പിച്ചില്ല ഇസ്ലാം. ബാപ്പാടെ താടിരോമങ്ങളിൽ വീണ മണൽത്തരികളെ തട്ടിക്കൊടുത്ത മക്കളെ വരെ കുഴിച്ചു മൂടിയ ജനതയുണ്ടായിട്ടില്ലേ? അവരെ പരിവർത്തിപ്പിച്ചില്ലേ? അവര് ആരും അറിയാതെ പെൺകുട്ടീനെ വളർത്താൻ നോക്കാൻ. പക്ഷെ നാട്ടിൽ അഭിമാന പ്രശ്നത കാണുമ്പോ വളർന്നു വന്ന മകളെ കുഴിച്ചു മൂടാൻ കൊണ്ടുപോകുമ്പോ, കുഴിയെടുക്കുമ്പോ താടിരോമങ്ങളിലേക്ക് തെറിച്ച് വീണ മണല് ആ കുഞ്ഞുമോളുടെ കുഞ്ഞു കൈകളെ കൊണ്ട് തട്ടി വീഴ്ത്തി കൊടുക്കുമ്പോ ആ മകളെ കൊല്ലാൻ മടിയുണ്ടാകാതിരുന്ന ഒരു ജനതയോട് നിങ്ങൾ കൊല്ലരുത് എന്നല്ല. വലാ തഖ്തുലൂ ഔലാദകും അവിടുന്ന് ഖശ്യത ഇംസാഖ്, നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുമെന്ന് പേടിച്ച്, ദാരിദ്ര്യത്തെ പോലും ഭയപ്പെട്ട് ഒരു കൊലപാതകവും ഭ്രൂണഹത്യകളെ വരെ നിങ്ങൾക്ക് പാടില്ല എന്ന് പഠിപ്പിച്ച അള്ളാന്റെ മതം. അള്ളാന്റെ ദീൻ എവിടെയെങ്കിലും ജനങ്ങളോട് അക്രമങ്ങളെ പറയോ? നിങ്ങളുടെ മാതാപിതാക്കൾ ഹൈന്ദവരാവട്ടെ, ക്രൈസ്തവരാവട്ടെ, അവർ മതം സ്വീകരിക്കാത്തവരാവട്ടെ, അവരുമ്മയാണോ ബാപ്പയാണോ, വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ഭൗതികമായ ഏറ്റവും നല്ല നന്മകള് അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കണേ. അവർ നിങ്ങളുടെ മാതാവാണ്, അവർ നിങ്ങളുടെ പിതാവാണ് എന്ന് പറഞ്ഞ ഇസ്ലാം ഭീകരാക്രമണങ്ങളെ അക്രമങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, മൃഗങ്ങളോട് പോലെ നിങ്ങൾ കരുണ കാണിക്കണേ എന്ന് അള്ളാന്റെ ഹബീബിന്റെ കൂടെ ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ ഒട്ടകത്തിന്റെ കടിഞ്ഞാണൊന്ന് അമർത്തി വലിക്കുമ്പോ ആയിഷ ഒന്ന് പതുക്കെ വലിക്കുക, ആയിഷ അതൊരു മിണ്ടാ പ്രാണിയോട് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകന് ഒരു പ്രാവിന്റെ കുഞ്ഞിനെ റസൂലുള്ളാഹിക്ക് സമ്മാനമാകും, സന്തോഷമാകുമെന്ന് കരുതി കൊണ്ടുവരുമ്പോ അതിന്റെ തള്ളപ്പക്ഷി അതിനെ അന്വേഷിച്ച് കരയില്ലേ എന്ന് ചോദിച്ച അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫീ കുല്ലി കബ്ദി റത്ബത്തിൻ നസർ, പച്ചക്കരളുള്ള എന്തിനും നിങ്ങൾ ഗുണം ചെയ്യണേ. ഒരു പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ നരകമുണ്ടാകുമെന്ന് പറഞ്ഞ് ദാഹിച്ചു വരഞ്ഞ നായക്കുട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗം കിട്ടാൻ വരെ കാരണമായി എന്ന് പറഞ്ഞ് യർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിലേ ആകാശത്തുള്ള റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കൂ എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതം അപകടകരമാണോ? ഭയപ്പാടുണ്ടാക്കുന്നതാണോ? ഇനി ആ പ്രവാചകന്റെ ജീവിതങ്ങളെ കാണണോ? തായിഫിൽ നിന്ന് മക്കയിൽ നിന്ന് 164 കിലോമീറ്ററുകൾ ജബലിടുക്കുകളെ താണ്ടി തായിഫിന്റെ മണ്ണിലൂടെ കടന്നു വരുമ്പോ തായിഫിലെ ചട്ടമ്പിക്കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞ് നെറ്റിയിൽ നിന്ന് കാലിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്നൊലിക്കുമ്പോ അവിടുന്ന് കല്ലേറുകൊണ്ട് ബോധം പോലും നഷ്ടപ്പെട്ടു പോകുമ്പോ ആരിൽ നിന്നാണ് പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയണ? പ്രിയമുള്ളവരെയൊന്നും മദീനയുടെ ബാബുസ്സലാമിലൂടെ കടന്നു വന്ന് റൗദ ഷരീഫും കടന്ന് പ്രവാചകന്റെ മിമ്പറും കടന്ന് റൗദയും കടന്ന് പ്രവാചകന്റെ ഖബറിന്റെ താരമെന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോ കണ്ണ് നിലക്കാതെ നിറഞ്ഞൊലിക്കുന്ന രോമം എഴുന്നേറ്റ് നിൽക്കുന്ന നമ്മളുടെ മാറോട് നമ്മൾ ചേർത്ത് വെച്ച അള്ളാന്റെ ഹബീബിനെയാണ് ചട്ടമ്പിക്കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ ബോധം പോയി. പിന്നീട് ബോധം വരുമ്പോ ഞാൻ മറ്റൊരു ഭാഗത്താണ്. കൂടെയുണ്ടായിരുന്ന സഹാബി ഒരു തുള്ളി ദാഹിതരം തന്നില്ല നബിയെ എന്ന് പറയുമ്പോ 600 ചിറകുകളോടെ ജിബ്രീലിനെ കണ്ട നിമിഷം പർവ്വതങ്ങളുടെ ഉത്തരവാദിത്വമുള്ള മലക്കുൽ ജിബാൽ പെയ്തിറങ്ങിപ്പോയ നിമിഷം ഈ ചിറക് കണ്ടോ? ചിറകിന്റെ താഴെ പർവ്വത നിരകളെ കണ്ടോ? ഒരൊറ്റ വാക്ക് മതി അവരെ നശിപ്പിച്ചേക്ക. അല്ലാഹുമ്മ അഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അറിവില്ലാത്തവരാണ് റബ്ബേ, പൊറുത്തു കൊടുക്കണേ എന്ന് അള്ളാനോട് മനസ്സുരുകി പ്രാർത്ഥിച്ച് ആ പ്രവാചകന്റെ മതം എവിടെയാണ് ഒരു ഭീകരവാദത്തിന്റെ മതമായി മാറുന്നത്? ഷാബ് അബൂ താലിബ് താഴ്വരയിൽ മൃഗങ്ങളെ പോലെ ഉപരോധിച്ച് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് കിട്ടിയിരുന്നെങ്കിൽ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് ഭക്ഷണം കഴിക്കാമായിരുന്നു എന്ന് പറയുമാറ് മൃഗങ്ങളെ പോലെ പച്ചരതെന്ന് കാഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോ പ്രവാചകന്റെ കൂടെയുള്ള സഹാബത്തിന്റെ മക്കള് ഒരു തരി ഭക്ഷണം കിട്ടാതെ വാവിട്ട് നിലവിളിക്കുമ്പോ അത് കണ്ട് പൊട്ടിച്ചിരിച്ചു പോയ മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകളെ കാലം മാറുന്നു, ചരിത്രം മാറുന്നു. മക്ക പ്രവാചകന്റെ കൈക്കൊമ്പിളിലൂടെ കടന്നു വരുമ്പോ അതേ മക്ക നിവാസികള് ദാരിദ്ര്യത്തിലാണെന്നറിയുമ്പോ അവിടുത്തെ ഭരണാധികാരിയായ പ്രവാചകൻ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത്
കാരണം ആ റസൂൽ ആരാന്നറിയോ? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, സർവ്വലോകർക്കും കാരുണ്യമായിട്ടല്ലാതെ ആ റസൂലുള്ളാഹിനെ നിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അങ്ങ് ബിലാലിനോട് മർദ്ദനം അടിച്ചുവിട്ടവരോട്, ഖബ്ബാബിനെ പീഡിപ്പിച്ചവരോട്, ഖുബൈബിന്റെ ശരീരത്തെ തീ പൊള്ളിച്ചവരോട്, അമ്മാർ ഇബ്നു യാസിറിനെ ക്രൂരമായി ആക്രമിച്ചവരോട്, സുമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ മർമ്മഭാഗങ്ങളിലൂടെ കുന്തം താഴ്ത്തി ഇറക്കിയവരോട്, തന്റെ കാൽ കീഴിലൂടെ വന്ന് നിൽക്കുമ്പോ നിങ്ങൾക്ക് മാപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ആരാണെന്ന് അള്ളാന്റെ ഹബീബ് ചോദിക്കുമ്പോ, അഹുൻ കബീർ, ഇബ്നു അഹുൻ കബീർ, ഞങ്ങളുടെ സഹോദരനാണ് നീ, ഞങ്ങളുടെ സഹോദരപുത്രനാണ് നീ എന്ന് പറയുമാറ് അവരോട് മാപ്പ് കൊടുത്ത, കഅബാലയത്തിന്റെ താക്കോല് ചോദിക്കുമ്പോ തരില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിയവനോട് പ്രവാചകന്റെ മുന്നിൽ ആ താക്കോല് കൊണ്ടുവന്നു കൊടുക്കുമ്പോ കൈകളുടെ വിറകൾ കാരണം താക്കോലിന്റെ മണിനാദങ്ങൾ കേൾക്കുമാറ് അള്ളാന്റെ പ്രവാചകൻ ഖുറൈശി പ്രമുഖരുടെ കയ്യിൽ ആ താക്കോല് കൊടുക്കാതെ അതേ ഉസ്മാൻ ഇബ്നു തൽഹയുടെ കയ്യിൽ ആ താക്കോൽ ഏൽപ്പിച്ചു പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാ? ഇതിനെ ഭീകരവാദമാക്കാൻ, ഇതിനെ തീവ്രവാദമാക്കാൻ ആർക്കാ സാധിക്കുന്നേ? 13 ജിഹാദുകളുടെ കമാനങ്ങളെ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞവരാണ്. അതുകൊണ്ട് ഇസ്ലാമോഫോബിയ എന്നുള്ളത് ഒരു കെട്ടിയുയർത്തപ്പെട്ടിട്ടുള്ള ആളുകളുടെ മനസ്സ് നമ്മൾ സമൂഹത്തിൽ ജീവിക്കാൻ, സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാൻ, ഇസ്ലാം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ കൊല്ലാൻ നോക്കിയ യമാമയുടെ രാജാവായ സുമാമക്ക് പോലും മാപ്പ് കൊടുത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ ജീവിതത്തിലൂടെ പകർത്തിക്കൊണ്ടുവരാൻ അതിന്റെ യശസ് ഉയർന്നു തന്നെ നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിലകൊണ്ട് പരിപൂർണമായ ഒരു മുസ്ലിമായി ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. ما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം നമ്മളുടെ മലപ്പുറം ജില്ലയിലെ പള്ളി മെമ്പറുകളിൽ ജനങ്ങളോട് ഉത്ബോധനം കൊടുക്കാൻ ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് ഒരു വാക്സിനേഷനുമായി ബന്ധപ്പെട്ടൊരു നിർദ്ദേശം പറഞ്ഞിരുന്നു. അതിന്റെ സർക്കുലർ കണ്ടപ്പോൾ ആദ്യം എന്റെ മനസ്സിലോടി വന്നത് സൂറത്ത് ബക്കറയിൽ അല്ലാഹു തആല 26-ാമത്തെ ആയത്തിലെ ബഊലത്തിനെ, കൊതുകിനെ സംബന്ധിച്ചൊരു ഉദാഹരണം പറയുന്നുണ്ട്. ആ ഉദാഹരണം കേൾക്കുമ്പോൾ ചിലരൊക്കെ പുച്ഛിക്കും, പക്ഷെ വിശ്വാസികൾക്ക് അത് മതി എന്നല്ല പറയാം. വാക്സിനേഷന്റെ വിഷയം വേറൊന്നുമില്ല, അത് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ളത് തന്നെയാണ്. ഈ ജപ്പാനീസ് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ഒരു രോഗം ഈ 5 വർഷമായി മലപ്പുറം ജില്ലയിലെ ഏകദേശം 126ഓളം ആളുകൾക്ക് സ്ഥിരീകരിക്കുകയും അതിലെ 21% അഥവാ 27ഓളം മരണങ്ങൾ അതിൽ സംഭവിക്കുകയും ചെയ്തു. സ്വാഭാവികമായി ഇതിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടാവുകയും ചികിത്സിക്കാൻ മരുന്ന് കണ്ടുപിടിക്കപ്പെടാതിരിക്കുകയും ചെയ്ത ഒരു മേഖലയിലാണ് ഒരു മുൻകരുതൽ എന്നുള്ള രൂപത്തിൽ ഒരു വാക്സിനേഷനിലേക്ക് നമ്മുടെ നാട് നീങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊതുകുകൾ വഴി പകരുന്ന, നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു മാരകമായ ഒരു രോഗം തന്നെയാണ്. അത് ബാധിച്ചവരിൽ ശരാശരി 30% ആളുകൾക്ക് മരണം സംഭവിക്കുകയും 50% ആളുകളോളം അംഗവൈകല്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോ വാക്സിനേഷൻ എന്നുള്ളത് ഇതിന്റെ ഒരു അടിസ്ഥാനമായിട്ട് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ടെങ്കിലും, രണ്ടാമത്തെ ഒരു കാര്യം വിശ്വാസികൾ എന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാം ശുദ്ധിയുടെ, വൃത്തിയുടെ മേഖലകളിലെല്ലാം, വീടാണെങ്കിലും പരിസരമാണെങ്കിലും നിസ്കാര സ്ഥലം എന്നൊക്കെ ചെറുപ്പം മുതൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ആ നിസ്കാര സ്ഥലം മാത്രമല്ല, നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടുകളും പരിസരങ്ങളും ശുദ്ധിയായിരിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങളെ കൂടെ പാലിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അത്തഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ ഒരു ഭാഗമാണ്. അത് ശ്രദ്ധിക്കുക. മുൻകരുതലുകൾ ആവശ്യമുള്ള ആളുകൾക്ക് ആ നടപടികളിലേക്ക് കടന്നു വരാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഈ വെള്ളിയാഴ്ച രാജഗിരി ഹോസ്പിറ്റലിന്റെ സമീപത്തൊരു പള്ളിയുടെ
നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സാമ്പത്തികമായി സഹകരിക്കണമെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവനൊരു ഭവനം, ഒരു വീട് പല ആളുകളും ഹോസ്പിറ്റലിലൊക്കെ വരുന്ന ആളുകൾക്ക് വരെ ഉപയോഗിക്കാൻ സാധ്യമാവുന്ന രൂപത്തിൽ ഒരു മസ്ജിദാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സാമ്പത്തികമായി സഹകരിക്കണമെന്ന് കൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഇത് പറഞ്ഞതിന്റെ പേരിൽ കൊടുക്കണമെന്നോ ഒന്നുമല്ല, പക്ഷെ ഇത് എനിക്കൊരവസരമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും കരുതുക. അതോടൊപ്പം തന്നെ ഞാൻ ഈ മണ്ണിന്ന് വിട പറഞ്ഞു പോയാലും എൻ്റെ ഖബറിലേക്ക് പുണ്യങ്ങൾ വരാൻ, അവിടെ ആളുകൾ സുജൂദ് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന്റെ പുണ്യം നമ്മളുടെ ഖബറിലേക്ക് ഒഴുകി വരാനുള്ളൊരു ജാരിയായ സ്വതക്കയാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ ഇൻഷാ അള്ളാഹ് അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം അബുദാബിയിലെ ഒരു വാഹനാപകടത്തിലെ സോണാപൂർ പള്ളിയിലെ 4 മക്കളുടെ മയ്യത്ത് നിസ്കാരങ്ങളെ കഴിഞ്ഞ് ആ ജനാസ കിസൈസിന്റെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വീൽ ചെയറിൽ നിസ്സഹായനായി നിർവികാരനായിരിക്കുന്ന ഒരു പിതാവിനെ നമ്മൾ മീഡിയകൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ മനസ്സിലുണ്ടാക്കേണ്ട ചില ഓർമ്മകളുണ്ട്. ലോകത്തെ നമ്മൾ കെട്ടിപ്പടുക്കുന്നതും പിടിച്ചു വെക്കുന്നതും ഒന്നുമല്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളും ആ റബ്ബിലേക്ക് മടങ്ങാനുള്ളവരാണ്. ആ സഹോദരനാരാ നമുക്കറിയില്ല, അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം അറിയില്ല, അവരുടെ പേരറിയില്ല, നമ്മളുമായി മുമ്പ് പരിചയപ്പെട്ടിട്ടില്ല. പക്ഷെ മനസ്സിൽ എവിടെയോ ഒരു വിങ്ങൽ വന്നിട്ടില്ലേ, എവിടെയോ ഒരു വേദന വന്നിട്ടില്ലേ? അള്ളാഹുവേ, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാഹ്, കുടുംബത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നമ്മുടെ മനസ്സിൽ ഓർമ്മപ്പെടുത്തലുണ്ടാവണം. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, നാളെ ഞാനും മടങ്ങാനുള്ളവരാ, പലതും നമ്മൾ കരുതി വെച്ചിട്ടില്ലേ, എന്റെ മക്കൾക്ക് വേണ്ടി, ഭാവി തലമുറക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കരുതി വെക്കണില്ലേ? പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ കരുതേണ്ടത് സ്വർഗത്തിനായിരിക്കണമെന്ന്, പരലോകത്തിലെ സ്വർഗത്തിലൊരു വീടിനായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നുണ്ട് ഇത്തരം പാഠങ്ങളെന്ന് നമ്മളുടെ മനസ്സിനെ പലകുറി പഠിപ്പിക്കുന്നതും നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ അടിയുറച്ച് കലിമത്ത് തൗഹീദോടെ ലോകത്തോട് വിട പറയാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, പരലോക വിജയം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ പലവിധ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. ശാരീരിക, സാമ്പത്തിക മേഖലകളിലൊക്കെ മക്കളെ കൊണ്ടുള്ള പ്രയാസങ്ങളിലൊക്കെ ദുരിതം അനുഭവിക്കുന്നവർ അള്ളാഹുവെ ഖൈർ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരങ്ങള്, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പേരെടുത്തു പറഞ്ഞ നമ്മളുമായി ബന്ധപ്പെട്ട ചില വ്യക്തിത്വങ്ങള്, അതുപോലെ തന്നെ നമ്മളുടെ പള്ളിയിൽ എപ്പോഴും എല്ലാ വെള്ളിയാഴ്ചയും ജുമഅക്കുള്ള ലത്തീഫ് സാഹിബിന്റെ ഉമ്മ ഈ കഴിഞ്ഞ ദിവസം അള്ളാന്റെ വിളിക്കുത്തരം നൽകി. അവരും ഇന്ന് ഖബറിലാണ്. അള്ളാഹുവേ, മഅഫറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. രോഗത്തിന്റെ പ്രയാസങ്ങളിൽ സർജറി വിധിക്കപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഈ 2-3 ദിവസങ്ങളിൽ ഓപ്പറേഷന് വിധേയമാക്കപ്പെടുന്ന സഹോദരങ്ങളുണ്ട് നമ്മളുടെ കൂട്ടത്തില്. അള്ളാഹുവേ, നല്ല രീതിയിൽ ചികിത്സ ഫലിപ്പിക്കുവാനും ഷിഫ ആജിൽ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.